ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് കുട്ടികൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്സ് ആയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരൊറ്റ പഴം മാത്രമേ എടുത്തിട്ടുള്ളൂ, കുറച്ച് മൈദ. ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് അടിപൊളി ഒരു സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് പഴമെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലോണം റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തായിരിക്കണേ. അപ്പോൾ അത് അത്യാവശ്യം നല്ല തിന്നായി പോകാൻ പാടില്ലേ, അത്യാവശ്യം കട്ടിയിൽ തന്നെ മുറിച്ചെടുക്കണം നമ്മൾ. പിന്നെ അതാ ഞാൻ അതിലേക്ക് വേണ്ട മൈദ മിക്സ് റെഡിയാക്കുകയാണ്. മൈദയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഇളക്കിയിട്ട് കട്ടയില്ലാതെ ഇളക്കിയെടുക്കണം. എന്നിട്ട് നമ്മൾ ഈ പഴം അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യണേ. അങ്ങനെ ഒഴുകി പോവാത്ത രീതിയിൽ നല്ല കട്ടിയിൽ വേണം മിക്സ് ചെയ്യാൻ. അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഞാനിത് ഗോതമ്പ് പൊടി വെച്ചിട്ടാട്ടോ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കൽ. പക്ഷേ ഇന്ന് ഞാൻ മൈദ എടുത്തു. അപ്പോൾ ഒന്നും കൂടി നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഹെൽത്തി ആവും. അപ്പോൾ മൈദയൊക്കെ ഡെയിലി കൊടുക്കണത് അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ നമുക്ക് ഗോതമ്പ് വെച്ചിട്ട് ഇത് ചെയ്യാവുന്നതാണ്. ഇത് ഞാനെല്ലാം നേരെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളൊരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മുടെ ബനാനയിലിട്ട് കൊടുക്കുക. വേറെ ഒരു പണിയില്ല ഗൈസ്, ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈസി സ്നാക്സ് റെഡിയായി. നമ്മൾ ഡെയിലി അവർക്ക് പഴംപൊരിയായിട്ട് കൊടുക്കണേക്കാട്ടിലും കുറച്ച് വ്യത്യസ്തമായിട്ട് അവർക്ക് ഷേപ്പും ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ ഒന്നും കൂടി ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. ലാസ്റ്റ് നമ്മൾ ഒരു അര സ്പൂൺ പഞ്ചസാര നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിൽ കൂടെ വിതറി അങ്ങനെ അടച്ചു വെച്ചാൽ സംഭവം സെറ്റായി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. വെറും 2 മിനിറ്റ് മാത്രം മതി കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാവും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.